പഴയ ഭൂതാണ്ട് അടിയിൽ കുറച്ച് ഗുഹയാണ്. വെപ്പൻസ് മാത്രം സ്വർണ്ണമുണ്ട്. അത് മെറ്റൽ ടെക്ടർക്ക് ഇവിടെ ഉണ്ടാകുന്ന പറയാം. പക്ഷെ നമുക്ക് താത്താൻ പറ്റില്ല. നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു മന്ത്രി മാത്രമേ വനം വകുപ്പ് മന്ത്രി മാത്രമേ ഉള്ളൂ. എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആണ്ടല്ല, ഫോറസ്റ്റ് തരില്ല. അങ്ങനെ ഇപ്പം നാട്ടിലാണെങ്കിലോ മാറ്റി ചുമ്മാടിച്ചു ഉണ്ടേണ്ടി വരും. ഒരു ചേച്ചിമാരാണ് ചേച്ചി റോയി മേല ഉണ്ടാന്ന് പറയുന്നത് ജയിലിൽ ബിരിയാണി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ സംഭവം നമ്മുടെ വീട്ടിൽ നാട്ടിൽ വെറൈറ്റിയൊന്നുമില്ല ശ്രദ്ധിക്കുകയെങ്കിലും ലാസ്റ്റ് പറഞ്ഞ അവസാനം മരം ഒത്തിരി പറയാൻ അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. സ്വാമി പോയി ഡാമിൻ്റെ കഥ പറയാൻ പറയുകയാണ് ശ്രദ്ധിക്കുക. ഇവിടെ നാട്ടിൽ വരാണ് എന്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പറയില്ല എല്ലാം പറ്റില്ല. കാഞ്ഞിരം പിന്നെ കാഞ്ഞിരം ഞങ്ങൾ വിളിച്ചപ്പോൾ കാഞ്ഞിരം പിന്നെയാണ് കാഞ്ഞിരം പറഞ്ഞത്. ഇതിൻ്റെ ഉപയോഗം അറിയാമോ? ശ്രദ്ധിച്ചോ? ഒരു വീട്ടിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അതിന് കല്യാണപ്രായമായി കെട്ടിക്കേണ്ട സമയക്കായി കല്യാണം ആലോചിച്ചു. ഈ കല്യാണത്തിലെ പെങ്കൊച്ചിനെ പാമ്പ് കടിച്ച് മരിച്ചു. അപ്പോൾ അതിന് മേടിച്ച സ്വർണ്ണങ്ങളെല്ലാം ആ പെട്ടിക്കകത്തിട്ടു. എൻ്റെ കാരണന്മാർ അടക്കം ചെയ്തു. 2 കള്ളന്മാർ നോക്കിക്കൊണ്ടിരിക്കുക. രാത്രിക്കത്തിരി കുഴിമാതി പെട്ടി പൊക്കി. ഉദ്ദേശം പോലെ സ്വർണം അടിച്ചു മാറ്റുക. പെട്ടിങ്ങനെ മോളിൽ കൊണ്ടുവന്നു. അടപ്പിങ്ങനെ പൊക്കി നോക്കി പെങ്കൊച്ചിനെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയെ പ്രേതമല്ലേ ഇട്ടേച്ചോടി. സംഭവിച്ചതല്ല, ഈ കടിച്ച കുളുവിന് വിഷം കടിച്ച ഭാഗത്ത് നിന്ന് കാഞ്ഞിരപ്പല ശവപ്പെട്ടി കാഞ്ഞിരപ്പല വിഷം വലിച്ചെടുത്തു. അത്രയ്ക്കും വിഷം വരിക്കാൻ കണ്ട് കാഞ്ഞിരപ്പലയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ് തൊലി. വളരെ വിഷമാണ്. പട്ടിനെ കൊല്ലം നമ്മൾ ചോറിൽ വെച്ചു കേട്ടോ. ഈ പട്ടി തന്നെ ഒരു മനുഷ്യനെ വിളിച്ചിരുന്നാലും പോയിസൺ ഗെറ്റ് ടു ഹീസ് ബ്ലഡ് മരിച്ചു. ഇനി വടക്കോട്ട് പോകണം തെക്കോട്ട് പോകണം. ഈ വരാണ് ദുർമന്ത്രവാദിലും മന്ത്രവാദിലും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഇന്ന് പുലിവിട്ട് മാറി കൊണ്ട് ടീമിൻ്റെ നേരെ നമ്മൾ എവിടെ പോകും? ചോറ്റാനിക്കര കണ്ടോ? പിന്നെ മുട്ടടത്തോട്ട് കായ ഉണ്ടാവും. ഈ കാ പറിക്കുക ആളുകൾ കടയിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇവിടുത്തെ എവിടത്തെ ആദിവാസി ഒരു സോപ്പ് അവർ ഉപയോഗിക്കില്ല. നോക്കുകയും ഉറി ഇഞ്ചിക്കുക, പുളി ഇഞ്ചിക്കുക. ഈ കാ പറിക്കും ബക്കറ്റിൽ നിന്നും സോപ്പിൻ്റെ ആവശ്യമില്ല. ദിവസം മൊത്തം മാറിക്കുന്നത് കാണാം. വാ ഫോളോ മീ. ഹലോ, നമ്മള് 2 മരം കാണാൻ വന്നതല്ല, നമ്മൾ കാണാൻ വന്ന പഴയ ഭൂതാണ്. ശിവന്റെ ഭൂതം ഡാമാണ് കാണാൻ വന്നത്. നോക്കി സൂക്ഷിച്ച് നോക്കി. ഈ കാണുന്ന ഡാം ഭൂതം ഡാമായി കാണാൻ നോക്കി. എത്ര കെട്ടി പോയി കാണാം. നോക്കിട്ട് എന്ത് കാണുന്നത് പറയാം. എന്തോടെ കാണണേ പറ. നോക്കി നോക്കിട്ട് എന്നെ പറ. കണ്ടോന്ന് പറ. നിങ്ങൾ മോളിലേക്ക് കണ്ട വീതിക്ക് ഒട്ടരം വീതിയുടെ പുഴയാണോ? ആ പുഴ ഒരിക്കലും ഇങ്ങോട്ട് ഒഴുകാറില്ല. അത് വടിഞ്ഞു വലിഞ്ഞ് ആ ഗ്യാപ്പ് വഴി മാത്രമേ എന്നും വെള്ളം പോവുള്ളൂ. ആ ഒറ്റ ഗ്യാപ്പ് നിങ്ങൾ താഴെ കാണുന്ന ആലുവപ്പുഴ, കാലടിപ്പുഴ, പാണലിപ്പോര് ഒക്കെ ഗ്യാപ്പാണ്. അപ്പോൾ ഇത്രയും വലിയ ആലുവപ്പുഴ ആ ഗ്യാപ്പിന് മാത്രം പോകുമ്പോൾ ആ ഗ്യാപ്പിന് ഡീപ്പ് ഡെത്ത് ആലോചിക്കുക. താഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുകയാണ്. ആരും സൂയിസൈഡ് ആത്മഹത്യക്ക് തന്നെയല്ല. ചെറുപ്പക്കാർ വരും 2 കഴിക്കും. ഒരു പുലിയായിട്ട് മാറും. പിന്നെ ഈ പുഴ വലിയ ഞങ്ങളുടെ അടുത്തുണ്ട്. അടി കണ്ടവരാരുമില്ല, കണ്ടുവരുന്നൊരു വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആരെ ഇറക്കാറില്ല ഭാഗം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് കൂടി ഞാനൊരു നല്ലൊരു സൂപ്പർ കാമറ അവിടെ വിചാരിക്കും. പറയുന്നു ഇവിടെ ഇരുന്നോ ചാരി നല്ല പറയുന്നു. അവിടെ ഇരുന്നോ മനസ്സിലായി. അപ്പോൾ നിങ്ങളിരുന്നോ സാറേ ഇരിക്കട്ടെ സാർ 5 ഇരുന്നോ അവിടെ പറയുന്നോ എല്ലാം നിൽക്കലെന്തായിരുന്നു അങ്ങോട്ട് വർത്തു അവരിപ്പാ പോരെ നിൽക്കാനാവും ഇഷ്ടം. അതെ ഞാൻ ഇരുത്താൻ കാരണേ ഞാൻ പറയുമ്പോൾ അറിയാണ്ട് ഇരുന്നോ വായിക്കിരുന്നോട്ടോ വായിക്കുമ്പോട്ടോ ഇരുന്നോ. ഒരു കഥയാണ് പറയാൻ പോണേ. ഈ കഥ പോണേ അറിയാണ്ടെങ്കിൽ ഇരുന്ന് കേട്ടോ. കഥ പറയുമ്പോൾ തിരിക ഒരു കഥയാണ്. ചോദ്യം പാടില്ല, വെറും കഥ മാത്രം. ഇതൊരു ഐതിഹ്യമാണ്. ഭൂതം കിട്ടുന്ന കഥയാണ്. ചരിത്രം വരെ കഥ വരെ. ഇതൊരു ഐതിഹ്യം. ദർശമെത്തിക്കൽ സ്റ്റോറി എബൌട്ട് ഭൂതാണ്. ഐതിഹ്യം മാത്രം ശ്രദ്ധിക്കുക. കഥയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇത് ഭഗവാൻ ശിവനും പാർവതിയും അവർ കൈലാസത്ത് താമസിക്കുകയാണ്. താമസിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി. ചെറിയൊരു സൗന്ദര്യ പ്രശ്നമാണ്. വഴക്ക് മൂത്ത ഭഗവാൻ ക്ഷിപ്ര കോപിയാണ്. ദേഷ്യം കയറും. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ ദൈവങ്ങളുടെ സാധനം എങ്ങനെയാ പോണേ? ഒരു ടി വി കണ്ടോ? മഹാഭാരതം കണ്ടോ? ജയ്ഹന്മാനെ കണ്ടില്ലേ? ടി വി കണ്ടില്ലേ? എങ്ങനെ ദൈവങ്ങൾ പോണേ? നടക്കണോ ഓടണോ? എങ്ങനെ പോണേ? അപ്രത്യക്ഷമാവും അല്ലേ? അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. അപ്രത്യക്ഷമായി. നേരെ 2 കിലോമീറ്റർ സ്ഥലം തൃക്കാരൂര്. അവിടെ നിന്ന് ഉഗ്രത അവസാനിപ്പിച്ചു. ഭഗവാൻ ഇല്ലാത്ത കൈലാസം വെറും ശൂന്യമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി ഈ ഭഗവാൻ ഭൂതനാഥന ഭൂതങ്ങളുടെ ഹെഡാണ്. ഭൂതഗണങ്ങളെല്ലാം വിളിച്ചൂട്ടി എല്ലാം ഹാജരായി. എത്രയും പെട്ടെന്ന് സഡൻലി ഭഗവാനെ ഈ തൃക്കാരൂരിന്ന് കൈലാസിലേക്ക് എത്തിക്കുക ദേവിയുടെ ഓർഡറാണ്. കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവരിങ്ങ് പോന്നു. പക്ഷേ അവർക്കറിയാം ഭഗവാനെ മടക്കി കൊണ്ടുപോകുന്ന നടക്കില്ല. ക്ഷിപ്ര ഗോപിയാണ്. ദേഷ്യപ്പെട്ടൊരു കുഴപ്പമുണ്ട്. ശിവനെ അറിയാവോ? ദേഷ്യപ്പെട്ട എന്നാ കുഴപ്പം ശിവന് പറഞ്ഞു?
എടുക്കണതേളെ നീ കത്തിച്ചാമ്പലാക്കും, നീ കൊണ്ട് ചെന്നില്ലെങ്കിലോ, ഭഗവാൻ നേരെ കൊണ്ട് ചെന്നില്ലെങ്കിലോ ദൈവിക രസം കയറ്റമില്ല. അപ്പൊ ത്രിസംഗ സ്വർഗ്ഗമാണ് വെച്ചാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആലോചിച്ചപ്പോ ഒരു ഐഡിയ അവർക്ക് കിട്ടി. വേറൊന്നുമില്ല, വീതിയുള്ള പെരിയാർ താഴെ കിടുവാണ്. ഈ പെരിയാറിന് കുറുകെ ഡാം കെട്ടുക, ചിറ കെട്ടുക. നോക്കി ബാഗിലേക്ക് ഒരേ കല്ലുകൾ നടാവോ നിങ്ങൾക്ക്? ഒരേ പാറ കണ്ടോ? ഒരേ കല്ല് ചിറ ഒരു കെട്ടി പോയി അക്കരയും ഇക്കരയും കെട്ടി. ആ കാരണം ഗ്യാപ്പില്ലേ, അതോടെ മൂടിക്കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പോകും. വെള്ളം മുങ്ങിയാൽ ഭഗവാൻ ഇരിക്കും തൃക്കാര് വെള്ളം കയറി മുങ്ങിപ്പൊക്കോളും. തപസ്സൊക്കെ അവസാനിച്ച് കൈലാസികളെ പൊക്കോളും എന്നാണ് ഭൂതങ്ങൾ കരുതിയത്. ഭൂതങ്ങൾ കെട്ടാൻ തീരുമാനിച്ചു. കെട്ടുന്നതിന് പ്രത്യേകത രാത്രി മാത്രമേ അവർക്ക് ശക്തിയുള്ളൂ, പവറുള്ളൂ. പകൽ ശക്തിയില്ല. രാത്രി ഭൂതങ്ങൾ ഒരേ കല്ല് കെട്ടിപ്പോയി അക്കരയും ഇക്കരയും കെട്ടി. ആ കണ്ട ഗ്യാപ്പ് മൂടണേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദൈവയുടെ ദേശപ്പെട്ടേക്ക് പോന്നേക്കണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടി ഭഗവാൻ ദിവദൃഷ്ടി കൈലാസേക്ക് നോക്കി. കണ്ട കാഴ്ച എന്നാ, ദേവി അവിടുന്ന് ഭൂതങ്ങളെ ചെയ്യണം. ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാപ്പോടെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കും തൃക്കാര് വെള്ളം കയറി മുങ്ങിപ്പോവും. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഷേപ്പ് മാറി, രൂപം മാറി. എന്നിട്ട് ഒരു കോഴിയായിട്ട്, കോഴിപ്പോവായിട്ടൊന്ന് കൂവി. സാധാരണ കോഴി കൂവി എന്ത് സംഭവിക്കും? നേരം വെളുത്താലോ ശക്തിയില്ല. കോഴി കൂവി നേരം വെളുക്കാറായി, നമ്മുടെ ശക്തി ക്ഷയിക്കാറായി, നമുക്ക് ഈ പണിയുടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു. അവർ മടങ്ങിപ്പോകുന്നു. അങ്ങനെ ശരിക്കും ഭൂതത്തമാരെ കിട്ടുന്നുണ്ട്. ഭൂതത്താൻ കെട്ട് എന്ന് പേടുന്നാണ് കഥ പറയുന്നത്. കഥയാണ്, ചോദ്യം പാടില്ല എന്ന് പറയാൻ നിങ്ങളാരും ചോദിച്ചില്ല. പക്ഷെ കോളേജിൽ പിള്ളേർ ചോദിക്കും ചേട്ടാ സംഭവിച്ചു തന്നെ പിറ്റോസം കേട്ടാഞ്ഞ് അതിനെ സ്ട്രൈക്കാർന്നോ യൂണിവേഴ്സാണ് ചോദിച്ചേക്കുന്നത്. കഥ ചോദ്യം പോലെ പ്രത്യേകം പറയുന്ന ഒരു കഥ മാത്രം, ചരിത്രം വരെ കഥ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കൽ പേടിപ്പിച്ചു, വന്നവഴി പിടിച്ചു, ആന പിടിച്ച് മേടിച്ചു പറഞ്ഞു. ഈ ആനകളിൽ ഓടിക്കുന്ന ഒരു ആനയുണ്ട്, അറിയാവോ? കൊമ്പനോ പിടിയോ ഒറ്റയാണെന്ന് ഓടിക്കുന്ന ഒരേ ആനയേ ഉള്ളൂ. സിനിമ ഉണ്ടോ ചാന്തോട് ദിലീപിന്റെ? ഉള്ള റോളെന്താ? ആണും പെണ്ണും കെട്ടവൻ. മനസ്സിലെ അങ്ങനത്തെ ആളെ എന്ത് വിളിക്കാം? അങ്ങനത്തെ ആളെ ശീകണ്ടി അല്ലേ? നീ ആനയിലെ അങ്ങനത്തെ ആളറിയാവോ? മോഴ ആണും പെണ്ണും കെട്ട മോഴ. 2-3 സെല്ല് ഉറപ്പായിട്ടൊരു മോഴയായുണ്ടാവും. ഈ മോഴനെ കൊമ്പൻ ഗ്യാങ്ങിൽ ചേർക്കില്ല. ഈ പിടിയായിട്ട് സമ്പർക്കം പാടില്ല. ഇവിടെ ഗ്യാങ്ങിന് തല്ലി ഓടിക്കും. വേറെ വാശിക്കാരനാണ്. ഇവിടെ ഗ്യാങ്ങിൽ നിന്ന് മാറിയേക്കും. ഇവിടെ സൗണ്ട് നമ്മൾ ഓടിക്കും. അതാ കാട്ടിക്കിടുമ്പോൾ കൂവല്ലേ ഒച്ച വെക്കുന്ന പറയാം. കാരണം ഒരു സെറ്റ് ആനക്കൂട്ടം ഇവിടെ കണ്ടു. നാളെ നേരം വിളിക്കുമ്പോൾ ആന പോയി 14 കിലോമീറ്റർ നടക്കും. രാത്രി തീറ്റയാണ്. പാലയും ചാലിലൊക്കെ മാറിക്കും, പൊടിയൊക്കെ മേത്തേക്ക് മാറിയിടും. എങ്ങനെയാ ആനയുടെ ഉറക്കം? എങ്ങനെയാ ആനിങ്ങനെ ഉറങ്ങ? എങ്ങനെയാ? നിന്നുകൊണ്ട് വലിയ മരത്തിൽ ജോലിയും തുമ്പിക്ക് വായിലേക്ക് നിന്ന് അതുകൊണ്ട് നല്ല ഉറക്കമാകുമ്പോൾ കാലിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. നല്ല ഉറക്കത്തിൽ കാല് മാന്തിക്കൊണ്ടിരിക്കും. ഇനി ആന അടിച്ചു ചോദിച്ചാൽ ആന അങ്ങനെ പോകുമ്പോൾ 2 സംഗതിയുടെ മാത്രമേ ആന റൂട്ട് മാറ്റുള്ളൂ. ഒന്നാണ് കിങ് കോബ്ര, രാജവെമ്പാല. ഈ ഭാഗത്ത് ഇഷ്ടം പോലെയാണ്. കൊല്ലം കൊന്ന ഫോറസ്റ്റർ അപ്പൊ കേസെടുക്കും. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒരു ചാനലിലോ രാജവെമ്പാല കടിച്ച് മരിച്ചു എന്ന് വായിച്ചല്ലോ? ഈ രാജവെമ്പാല കണ്ടാൽ ഈ ആന റൂട്ട് മാറ്റും. പിന്നെ ഒരു മരമാണ് കട്ടംപ്ലാവ് എന്ന് പറയും. കടപ്ലാവ് അല്ല, കട്ടംപ്ലാവ്. ഭയങ്കര ചൊറിച്ചില ആനയ്ക്ക്. അപ്പൊ അത്രയും കട്ടിൽ ആനയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ അവസരം പാടില്ലേ? ഈ 2 സംഗതി ചോദിച്ച ആന അടിച്ചുപിടിച്ച ആനവും. പിന്നെ ആനയ്ക്ക് മാത്രം പ്രത്യേകത, നാട്ടിലായിക്കോട്ടെ കാട്ടിലായിക്കോട്ടെ ആനയ്ക്ക് സ്ട്രൈറ്റ് നേരെ കാണാവൂ. നാട്ടിൽ ഏതെങ്കിലും ഒരു ആന അങ്ങനെ കുരുതിക്ക് വേണ്ടോ? നിങ്ങൾ വാട്സാപ്പിൽ കണ്ട പാപ്പാനെ കുത്തിക്കൊള്ളുന്നത്. ഈ കുത്തിക്കൊല്ലുമ്പോൾ പാപ്പാൻ ചിലപ്പോൾ കൊമ്പിനിടയ്ക്ക് ആനയ്ക്ക് കാണാൻ പറ്റുന്നില്ല. എബൌട്ട് ഉദ്ദേശം അവിടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാരിയിട്ട് കുത്തമ്പളി കാണാം. എന്നിട്ട് കൊമ്പയൊക്കെ ഇറക്കുമ്പോൾ കാണാം. താഴേക്ക് നോട്ട് കിട്ടുകയല്ല. ഇത് കുറച്ച് ചേച്ചിമാർ ചോദിച്ചു റോയി സംശയം ഉണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ആന രാത്രി പോകുന്ന പറഞ്ഞ് സംഭവിച്ചു, താഴെ കാണാൻ പാടെന്ന് സംഭവിച്ചു. എന്തോ ഒരു കുറ്റിയെ കാണാൻ അനവധി കുറ്റികളാടില്ലേ? ഈ ആന കുറ്റിക്കരുത് വിടില്ലേ? ഈ കുറ്റികൾ ഒഴിവാക്കുള്ളൂ. സൂപ്പർ ചോദ്യം ചേച്ചി. കാട്ടിൽ കയറേണ്ട, നാട്ടിൽ ചെല്ലുക. ഏതെങ്കിലും ഒരാന, കൊമ്പനായിക്കോട്ടെ പിടിയായിക്കോട്ടെ, നാട്ടിൽ ഏതെങ്കിലും ഒരാന ഇങ്ങനെ ആണുണ്ടോ? ആനോടെ ആന ഒന്ന് നോക്കി, ആനയ്ക്ക് നോക്കണം, നോക്കിയാൽ സൂക്ഷിച്ച് നോക്കി. ഈ ആന കാലിങ്ങനെ ഒരിക്കൽ ശരിയാണോ? തടസ്സം കാല് വർഷം ഒരു ആനയും കാല് പൊക്കിലാട്ടോ. ശ്രദ്ധിക്കുക. നീ കാട്ടിലെ ആന ലീഡർ. ഓരോ സ്ഥലത്തും ലീഡർ ഉണ്ടല്ലോ. ആനയ്ക്ക് ലീഡർ ആരാ? കൊമ്പനല്ലേ? കൊമ്പനാണോ? ഉറപ്പിക്കാവോ? മേലാ പറഞ്ഞേക്കരുത്, ആന മണ്ടത്തരാട്ടോ. കൊമ്പൻ ലീഡർ അല്ല. ഇവരെ സംരക്ഷകൻ മാത്രമുള്ളൂ. ലീഡറാണ് മുത്തിയാന, റാണിയാന, ഏറ്റവും പ്രായമുള്ള പിടിയാനയാണ് ആ സെറ്റിന്റെ മൊത്തം ലീഡർ. അതിന്റെ ഓർഡറാണ് കൊമ്പൻ സ്വീകരിക്കുള്ളൂ. തോന്നിയാസം എടുക്കുന്ന അധികാരം കൊമ്പനില്ല. അപ്പോൾ സംരക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ. 80 ഫാമിലിയെ കഴിഞ്ഞ ദിവസം 3 ഫാമിലിയാണ് 80 ഫാമിലി ഇരിക്കുകയാണ്. 2 ബസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ പ്രായം മുത്തിയുടെ ഓർഡറാണ്, അല്ലെങ്കിൽ പ്രായം പിടിയാനയുടെ ഓർഡർ കൊമ്പൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. ഒരു ചേച്ചി രൂക്ഷമായിട്ട് ചേട്ടൻ്റെ നോക്കി. ചേച്ചി വീട്ടിലെ കഥയല്ല, ഇത് കാട്ടിലെ കഥയായിട്ട് പറഞ്ഞു. ഓർഡർ ശരി കേട്ടോ. പിന്നെ നമ്മളെല്ലാം പറയാറുണ്ട് ആന ഓടിച്ചുമ്പോൾ പറയും വളഞ്ഞെങ്കിലും ഓടി, ചെടിഞ്ഞോടി. പിന്നെ പറയാറില്ല നമുക്ക് അങ്ങനെ ഓടാൻ പറ്റുമോ? നിങ്ങൾ ആരും ഓടുവാനെ? നിങ്ങൾ ആലോചിക്കുക. സപ്പോസ് ഒരു ആന ഓടുന്ന ഓടിയ അറിയാവുന്ന ഞാൻ ആദ്യം എന്ത് ചെയ്യും? അങ്ങനെ നോക്കല്ലേ? കാല് പറയോ? വേണ്ട ഡ്രീംസ് സ്വപ്നം കണ്ടെന്ന് ആന ഓടിക്കണേ. ഈ ലോകത്ത് വരുന്ന എല്ലാ മനുഷ്യരും ഒരേ ഒരു സ്വപ്നമാണ് ആന ഓടിച്ച് ഓടാൻ പറ്റും. സ്ലോ മോഷൻ കാല് പറയില്ല. വേണമെങ്കിൽ രാത്രി ആന ഓടിച്ചാൽ മനസ്സിലായിക്കോളും. ആന ഓടിച്ചാൽ കേരളം നോക്കരുത്. മണ്ടത്തിന് ആന മുമ്പോട് പോകും. ഇറക്കം പിടിക്കുക. ഈ ഇറക്കത്തിൽ ആനയ്ക്ക് ഓടി ഇറങ്ങാൻ പറ്റുമോ? ഇതിനും ബോഡി ചെയ്യാൻ പറ്റുമോ?
നിരങ്ങി ഇറങ്ങുള്ളൂ. കാട്ടിൽ 2 മണിക്ക് കാട്ടിൽ ഇറങ്ങാവൂ. 1 ആനയെ ഒന്ന് കരടി കേട്ടോ, കടുവിക്ക് മുറിക്ക് ഇറങ്ങിയാൽ ചാടി പിടിക്കും കേട്ടോ. കണ്ടോ കരടി ഉണ്ടോ, കരടി ഇവിടെ സൂൽ മൃഗശാല കണ്ടല്ലേ, കടി കണ്ടല്ലേ. എന്നെ നോക്കിയേ, രോമല്ലേ ആക്കുമൊത്തം ജടയല്ലേ. നിങ്ങൾ എന്നെ നോക്ക്, ഈ കടി താഴേക്ക് ഇറങ്ങണം, രോമല്ല പുള്ളി കണ്ണിലേക്ക് ചാടും. ഇങ്ങനെ നോക്കുവോ ഇനി മുകളിലേക്കാണെങ്കിലോ. അതുകൊണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള മുകളിലേക്ക് ഇറങ്ങി മണത്തിൽ അടച്ചിരിക്കുക. നീ രാജഗോപാൽ ആ പാമ്പ് 3 വെറൈറ്റി, ഒരു പാമ്പിലെ 3 വെറൈറ്റി അറിയാവോ? ഒന്ന് ക്രിസ്ത്യൻസിന്റെ പുണ്യാളാണ് സെന്റ് ജോർജ് ഗീവ്രൂസിനാന്ന് പറയും. ഇടപ്പള്ളി ഉണ്ടോ, കുതിർത്തുണ്ടോ, കുതിരപ്പുറത്തൊരു കുത്തനാണ്ടോ, പാമ്പിന് കുതിര കുഞ്ഞാടുണ്ടോ, അതേ കുതിര പാമ്പിനെ പണ്ടുള്ള അച്ഛന്മാര് പേടിപ്പിക്കും. വ്യാളിപ്പാമ്പ് പറയും. അത് വ്യാളിപ്പാമ്പ് അല്ല, അത് കൂടൻ, കരിങ്കൂടൻ, തലയിൽ കട്ടി പൂക്കള, ചിറകില്ല, സങ്കല്പ വർഷിച്ചെങ്ങനെയാ. ആ പാമ്പ് ഈ കാലുണ്ട്. കോട്ടയത്തൊരു ചിങ്ങവനക്കാരൻ ജോയിക്കർ റേഞ്ച് ഓഫീസർ, ഇപ്പൊ അമേരിക്ക പോയി. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കനാൽസിൽ ചാടി പാമ്പിന് വേണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട് റേഞ്ച് ഓഫീസറിൽ. കോഴിപ്പിന് പോകില്ലേ, നിറച്ച് പൂക്കളാകണേ. എന്റെ 3ാം രീതി കരിങ്കോലി. എന്റെ ഗ്രാൻഡ് ഫാദർ പണ്ട് നായരുടെ ഹണ്ടിങ്ങിന് നായരിനെ കാട്ടി കയറും. നിൽക്കട്ടെ ഫോറസ്റ്റാരൊക്കെ ഉള്ളൂ, നിങ്ങളവിടെ ചോദ്യം മനസ്സിലാണ്. 6 ഫോറസ്റ്റാരൊക്കെ ഉള്ളൂ. ഇവർ കരുതുന്ന തോക്കലല്ലേ, ഈ പാമ്പിനെ കാണും, തോക്കെടുത്ത് ഈ പാമ്പിന് വെടിവെക്കും. ഈ പാമ്പ് ചാവണയ്ക്ക് പാമ്പ് എരിച്ചുകൊണ്ട് പാമ്പ് ബിസിലടിക്കും. ചുമ്മാ കൂടെയല്ല, എണേനെ വിളിക്കുന്നതാണ്. ഈ ഇണ വന്ന ഭാഗത്തെ പുല്ല് കടിച്ചുകൊണ്ട് വിഷഞ്ഞിരിക്കുന്ന പാമ്പ് തന്നെ തോക്ക് അവിടെ ഇട്ടേച്ചോടി നിൽക്കുന്നതല്ല. പിറ്റേ ദിവസം പ്രദേശം പാമ്പ് നാശാക്കി ഇത് കൊളാക്കിയെന്ന് പറഞ്ഞു. ഇത് കാട്ടിൽ മോനെ രാജകുമാരൻ ഒഴിച്ച് ബാക്കിയുള്ള പാമ്പും നമ്മുടെ സ്മെല്ലടിച്ച് ഉൾക്കാട്ടിലേക്ക് പോകുന്നു, പുറത്തേക്ക് വല്ലെന്ന് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സർപ്പകന്തി സർപ്പകന്തി ചെടിയുണ്ടോ, ആരെങ്കിലും മേടിച്ച് വെക്കണ്ട. അതിന് മുകളിൽ ദിവസമായിട്ട് പാമ്പ് കൊടുത്ത് ഓർക്കും. എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. ഇത് നല്ല ഞാൻ പറഞ്ഞു എഴുതി വെച്ചില്ല, റെക്കോർഡ് വെച്ചോ. അണലി വേഗം കേട്ടോ, കിടന്നത് അറിയാവുന്ന ആൾ കൂടെ ഉണ്ട്, ചോദിച്ചോട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. 3-4 മൂപ്പിന് വിറ്റ തൈ അദ്ദേഹം മരിച്ചു വരാറില്ല. എല്ലാ കടയിലും മേടിക്കുന്ന തൈ, എല്ലാ ഫ്രൂട്ട്സിൻ്റെ തടി മേടിക്കാൻ തൈ മേടിച്ചോളൂ. ആ ഭാഗത്ത് പാമ്പ് എടുക്കില്ല. അല്ലെങ്കിൽ വേദമല്ല, വേഗം ചോദിച്ചോളൂ. എന്നെ നമ്പർ ഒരു പാമ്പ് പോലെ ചെറിയ പാമ്പിനൊക്കെ അവരില്ല, പാമ്പ് ചത്തുവും. ചോദിച്ചോ, കടക്കാർ പറഞ്ഞു ഞാൻ നമ്പർ തരാം. അണലി വേഗട്ടോ ഓർത്ത് നോക്കിയാൽ നമുക്ക്. പിന്നെ രാജഗോപാലം നമുക്ക് നാട്ടിൻ പ്രദേശം മാത്രമല്ല, കൂടുതൽ താമസിക്കുന്ന നാട്ടിൻ പ്രദേശം താമസിക്കണേ. കാരണം ഇല്ലിച്ചോട് തണുപ്പോളം ഒരു 4 അടി പൊക്കം, 2 അടി വീതി കൂടുണ്ടാക്കും. പെണ്ണും മുട്ടയിടും, ആണും പെണ്ണും മാറി അടിയിരിക്കും. ഒരു ഏരി വലിച്ചിട്ടുണ്ട്. ഒരു ഏരിയയ്ക്ക് പ്രത്യേക ആരും നല്ലൊരു വാലയെ കുത്തി ഇങ്ങനെ എൻസിക്കുന്ന ഒരു ഒറ്റ കുഴപ്പം. രാജഗോപാലയ്ക്ക് മാത്രം ഒരു കുഴപ്പമാണ്, ഈ കുഞ്ഞെല്ലാം വിരിഞ്ഞു വന്നാൽ എൻ്റെ തള്ള അതിൻ്റെ അമ്മ പിടിച്ചു. അതിനെ 1 2 കുഞ്ഞ് കഷ്ടി പുറത്തേക്ക് ബാക്കിലും തള്ള പിടിച്ചു, രാജകുമാരി പിടിച്ചു. അതിൻ്റെ ആ പാമ്പത്ത് ഇവർ പാമ്പ് ചെയ്യില്ല. അതുമായിക്കോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കാൻ ഈ പാമ്പ് പറഞ്ഞ ഒരു സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഈ കണ്ണുവാനം പച്ചമരത്തിന് അറിയാം. ഒറ്റമലി പച്ചമരത്തിന് കാടാ, തിപ്പല്ലി ഗന്ധപ്പാൽ ആറിലോടൊക്കെ മൊയൽച്ചോൻ കല്ലുവെട്ടി കല്ലൂരി എൻ്റെ മരത്ത് പോയിക്കൊണ്ട് ഒരു ദിവസം പറയാൻ പോട്ടെ. നീ കണ്ടപോലെ ഒറ്റമലി ഉണ്ടാണ്. എന്താ ഒറ്റമലി അറിയാമോ? എന്നാ ഒറ്റമലി പണ്ട് ലാട വൈദ്യമാർ പറഞ്ഞു നോക്കാത്ത മരുന്നില്ല കേട്ടോ. വാടാ മല്ലിയല്ല കേട്ടോ, കേട്ടിട്ടുണ്ട്. ഇത്തിക്കണി അത് ഇല്ലിയ കേട്ടിട്ടുണ്ട്. ഇല്ലിയ വരത്തേല് ഇല്ലിയിൽ ഇത്തിക്കണി എന്ന് പറയും. ഇല്ലി 10 അന്വേഷിക്കാൻ പറ്റുമോ? കോട്ടെ ഇല്ലിയിൽ എത്തിക്കണ്ണി. തീമ്പാല കേട്ടുണ്ടാവും. തീമ്പാല രാത്രി 2 ഏറ്റവും തണിക്കൊണ്ട് ഈ സാധനം ലാടമർക്ക് പറയില്ല അവര്. ഓട്ടെ ഇന്ത്യയിൽ പറഞ്ഞ് നിങ്ങൾ മനസ്സിലായി, പിള്ളേർക്ക് അറിയാവുന്ന ഭാഷ സംസാരിക്കില്ല, മനസ്സിലാക്കി ആർക്കും മനസ്സിലാവില്ല. കേട്ടോ, നീലക്കൊടുവേലി അത് മനസ്സിലാവും. 4 സിമണ്ട് ഉണ്ടാവും. നീ കേൾക്കാത്ത വേണ്ടി പണ്ടൊരു പടം ഇറങ്ങി, തേനും വൈബും യേശുദാസ് പാട്ടും പാടിനെ വേണ്ടി അല്ലേ, എന്നാ പാട്ട് കേട്ടല്ലേ? പാടുന്നത് ഇവനെ കേൾപ്പിച്ചാ. നീലക്കൊടുവേലി പൂത്തു ദൂരെ കേട്ടില്ല, നീലബന്ധ പാട്ടില്ല. പാട്ട് കുറച്ച് ആ സാധനം ഉണ്ടോ? നീലക്കുടിയിലുണ്ടോ? വാദക്കൊടുവേലി, ഗരുഡക്കൊടുവേലി, നീലക്കുറിഞ്ഞി. പക്ഷെ നീലക്കുടിയിലുണ്ടോ? ശ്രദ്ധിച്ചോ? ഇതിന്റെ സമ്പത്ത്, സൗന്ദര്യം, ഐശ്വര്യം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിച്ച് ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരു ജോസ്ബേട്ടുണ്ട്, വയസ്സ് 89-90 വയസ്സ് കൂടി കഴിഞ്ഞു. ഇപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു, ഞങ്ങളെല്ലാം ആഘോഷിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇപ്പം ഞാൻ 60 വയസ്സ് കൂടി പറയില്ല. നിങ്ങളൊരു കട ഉണ്ടായിരുന്നു വന്നപ്പോൾ, എന്നാൽ പാസ്സൊക്കെ വന്ന വണ്ടി എടുത്തിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു, വയസ്സ് വണ്ടിയിട്ട് കട ഉണ്ടായിരുന്നോ? ആഗ്രഹം കക്ഷി വരും. കണ്ട ഒരു മാക്സിമം 60 വയസ്സിൽ പറയില്ല നിങ്ങളെന്നെ തല്ലാൻ വരും. ഇപ്പോൾ ഇത്ര ഒരു പ്രായത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ അത്രയും പ്രായമുണ്ട്, നല്ല ഗ്ലാമറുണ്ട്, സാമ്പത്തികമുണ്ട്. ഇനി അദ്ദേഹത്തിന് അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രദ്ധിച്ച് നോക്കിയോ. പണ്ടൊരു കാലത്ത് പഴയ തറവാട്ടിൽ 10 പിള്ളേർ മുകളിലേക്കുള്ള 10-15 പിള്ളേരാണ്. പഴയ ആൾക്കാർ അറിയാം, 10 പിള്ളേർക്കുള്ള ഉള്ളൂ, താഴേക്കൊന്നുമില്ല. തിന്നാനൊന്നുമില്ല. ചേമ്പ്, കിഴങ്ങ്, കാച്ചൽ, ചോറൊന്നും കിട്ടാനുള്ള ദാരിദ്ര്യം. അന്ന് പിള്ളേർ വിദ്യാഭ്യാസത്തിൽ 3-ാം ക്ലാസ്സിൽ 4 പഠിക്കാൻ പോകില്ല. 4 ക്ലാസ്സിൽ പോകും കക്ഷി പഠിക്കാൻ പോലും. അത് ആണ് കളിയാക്കണ്ട, 10-ാം ക്ലാസ് ഉള്ളത്. ഡിസ്പെൻസറി ഹോസ്പിറ്റൽ ഒന്നുമില്ല, പൊട്ട വെച്ചുള്ള പിള്ളേരൊക്കെയാണ്. ഇതിങ്ങനെ ഇദ്ദേഹം 8ാമത്തെ ആൾ ഒരു 16 വയസ്സായി ഈ കാണുന്ന കക്ഷിയിൽ ഈ കാണുന്ന ഗ്രൂപ്പിൽ അരി വയ്ക്കാൻ കൊണ്ടുപോയി. അരി വയ്ക്കാൻ പോയി ഒരു കഞ്ഞി ചോറ് കിട്ടില്ല, ദാരിദ്ര്യ. അദ്ദേഹം അരി വയ്ക്കാൻ പോയി. ഞാനെ കാണിച്ച് ഉറവ് നോക്കണ്ടോ? ഉറവാ ഞങ്ങളൊരു കഥ പറയുന്ന നോക്കണ്ടോ? ശ്രദ്ധിച്ച് ഓർത്തോ, വലിയ ഉറവായിരുന്നു. അവിടുന്ന് വെള്ളം വെക്കുന്നു, അരിയെല്ലാം വെച്ച് വാർക്കുന്നു. ചോറിന് മൊത്തം നീല നിറം വിഷം വെച്ച് കാണും. യൂണിയൻകാരുടെ സോറയാവോ? കുറച്ച് ആൾക്കാർ തെറി മാത്രം സംസാരിക്കുള്ളൂ. ഉച്ചയ്ക്ക് വിഷം ചെക്ക് ഉണ്ടാകുന്ന നീലച്ചോറ് വിഷം വെച്ചേക്കണേ. അവർ 2 റാങ്ക് കൊടുത്തു കൊടുത്തില്ല. ഞാൻ ചാവട്ടെന്ന് ഞാൻ ചോറ് അടിച്ചാൽ തിരിച്ചു. ചോറ് കൊണ്ട് അടി മേടിച്ചു. ആരും ചോദിക്കാനും പറഞ്ഞില്ല. അടിച്ച ചോറിന് ആ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം നേരം സൂപ്പർ ഗ്ലാമറായി. ഉണ്ടായിരുന്ന പൊട്ടും ചുരുക്ക് മാറിപ്പോയി. ഗ്ലാമർ പയ്യൻ. ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ ആദിവാസിയാ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു അയാൾ ആ മുഖ്യ വെള്ളത്തിൽ നീലക്കൊടുവരിയുണ്ട്. ഈ വാടന്ന് നമ്മൾ പിടിച്ചോണ്ട് പുള്ളിനെ ഒരു മുഖ്യ സ്ഥലത്ത് അറിയാവുന്ന പച്ചമരത്തിലെ കുറച്ച് വെള്ളത്തിലേക്ക് പറിച്ചിട്ടു. നീലക്കൊടിയിൽ ഇരുന്ന സാധനം എത്ര ഒഴുക്ക് താഴേക്കുന്ന സാധനം മുകളിലേക്ക് ഒഴുക്കരും. സമ്പത്ത്, സൗന്ദര്യം, ആയുഷ്യം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കാരും കൂടുതലായിട്ട് ഞാൻ എത്രയും വർഷം എന്നെ കാട്ടി കയറുന്നു. ഈ മൂപ്പനെല്ലാം പറഞ്ഞു ഈ കാര്യം മാത്രമേ അവർ പറഞ്ഞില്ല.
പറഞ്ഞെനിക്ക് നമ്മൾ പണ്ടാരും നിങ്ങളിപ്പോൾ നീ പണ്ടാരും എനിക്ക് ഓർമ്മ കിട്ടിയാൽ പറ്റുന്ന ആലോചിക്കും, എനിക്ക് ഓർമ്മ കിട്ടിയാൽ പറഞ്ഞു. നമ്മൾ നമ്പറിൽ വിളിച്ചോളൂ, ഇവിടെ ഒരു വാചകം മോനെ നീ പറഞ്ഞ സംഭവം ശരിയാണ്, പക്ഷെ അറിയാവുന്നൊരു പക്ഷിയുള്ളൂ, ചെമ്പോത്ത് ഉപ്പൻ. ഉപ്പൻ അങ്ങനെ കണ്ടോ സംഭവിച്ചു, ഉപ്പന് കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ വലിയൊരു 6 വരെ കശി വീട്ടിൽ ഒറ്റ മുങ്ങള വിളി കണ്ട് ഇല്ലിയുടെ ഏറ്റവും വിളി കൂടുന്നു. ആരും ചെയ്യേണ്ട. ഈ കൂട് കണ്ടുപിടിച്ച് കുഞ്ഞുങ്ങളായിട്ട് മുട്ടയിട്ട് പറന്നുപോകുന്ന സമയം ഈ കൂട്ടി ചെല്ലുക, ഒരു കുഞ്ഞിന്റെ കാലം നൂൽക്കമ്പി അതൊന്ന് വലിച്ചു കെട്ടുക. നേരെ നമ്മൾ വാച്ച് ചെയ്ത് നോക്കണം. ഉപ്പൻ കൊത്തിപ്പിടിക്കുമ്പോൾ സാധിക്കില്ല. പുള്ളൊരു കാര്യം ചെയ്യും, പെരിയാറിന്റെ കരകളിൽ മാത്രമേ മരുന്ന് വിളിക്കും, മാത്രമേ മരുന്ന് അറിയൂ. ഇവിടെ മരുന്ന് കൊത്തിപ്പിടുന്ന കമ്പിയിലേക്ക് വെച്ച് കമ്പി പൊട്ടിപ്പോ അത്രയും പവർഫുള്ളാണ്. പൊട്ടിക്കഴിഞ്ഞാൽ ഈ കൂട് അങ്ങ് ഉപേക്ഷിക്കും. ഈ കുഞ്ഞിനെ പിടിച്ച് രക്ഷപ്പെട്ടാൽ ആ കൂട് അങ്ങ് എടുക്കുക, നല്ല ഒഴുക്കല വെള്ളം അങ്ങോട്ട് ഒഴുകുക, എല്ലാ ചപ്പയും താഴേക്ക് ഒഴിപ്പോക്കോളും. ഈ സാധനം മാത്രം മുകളിലേക്ക് ഒഴുകുന്ന, താഴേക്ക് ഒഴുകില്ല. ഒരു 5 മിനിറ്റ് ആലോചിച്ച് പറഞ്ഞു നടക്കുന്ന സ്ഥലം ഉപ്പൻ്റെ കൂടെ കൊണ്ടൊരു റിസ്ക്കുള്ള കേസാണ്. ഞാൻ പുള്ളി ചോദിച്ചാട്ടോ മൂപ്പ അത് പോട്ടെ, ഒരു ചെറിയ അല്ലേ ഇത് നല്ല വഴിയുണ്ടോ തിരക്കണം പിടിച്ചു കാലം പോകണേ. പുള്ളിഞ്ഞൊരു വാദമുണ്ട്, മോനെ ഇത് പഴയ തലമുറ പറയുള്ളൂ, ആരും കാണിച്ചു കൊടുക്കൂല. അതിന് ഫോർ എക്സാമ്പിൾ ഉദാഹരണം കേട്ടോ. ഈ കാട്ടിലൊരു സൂപ്പർ ഒറ്റമൂലി, ഒരു അടിപൊളി ഒറ്റമൂലി വരുന്നത് എനിക്കറിയാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങൾ അങ്ങനെ വലുതാവണം. ഞാൻ അസുഖത്തെ ആർക്കും പറഞ്ഞു വരും വച്ചുകൊണ്ടിരിക്കുക. എന്നാ ഓട്ടോ ശ്രദ്ധിക്കണേ, ഞാൻ വെച്ചോളൂ. ഞാൻ മരിക്കുമ്പേ അത് എന്നോട് കൂടി തീർന്നു. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ വലുതാവാൻ നോക്കിയതാണ്. ഇതാണ് പഴയ തലമുറ ചെയ്തത്. ആരും പറയാത്തോണ്ട് അനവധി ഒറ്റമൂലി നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാം, ഒരു ടീം കാട്ടിൽ മ്ലാവിനെ വെടിവെച്ചു, എല്ലു ഇറച്ചിക്ക് നുറുക്കി 3-4 കിറ്റിൽ വാരി കിട്ടി. കിറ്റൊക്കെ തീർന്നു പോയി. ഇറച്ചിയെല്ലാം ബാക്കി വന്നു. വീട്ടിലെത്തിക്കണ്ടേ? അടുത്തൊരു വലിയൊരു മരം ഇല പറിച്ച് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടു. കിറ്റി കൊണ്ട് ഇറച്ചിക്ക് കുഴപ്പമില്ല, ഇലയെ കൊണ്ട് എല്ലു ഇറച്ചി പൊട്ടിപ്പോയി. ഈ സാധനം മൂടിക്കൂറിന് ഇലയായിരുന്നു. പിറ്റേ ഒരു ചികിത്സ ആരംഭിച്ചു. ആർക്കാൻ നേരം മനസ്സിലായേ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്, വയനാട്ടിലൊരു വൈദ്യുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഏതൊടിഞ്ഞ് കൈയും കാലും ശരി കൊടുക്കുന്നു ഒറ്റമൂലി. പേപ്പറിൽ ന്യൂസ് നടന്നു. അനവധി ഈ കാണിച്ചുമ്പോൾ ഒച്ചപ്പാണ്ട് ഒന്നും അറിയില്ല. കണ്ടുമാർ നിങ്ങളൊന്ന് പറയാൻ പാടായിരുന്നോ? ഇത് ആർക്കും ഉപകാരപ്പെടില്ലേ? മനസ്സിലായില്ലേ? നിസ്സാരം പറഞ്ഞു. നിങ്ങൾ വീണ്ടും ചില അമ്മച്ചിമാർ, പ്രായമുള്ള അമ്മച്ചിമാർ, മൈഗ്രീൻ കുടിഞ്ഞിക്ക് തലവേനയ്ക്ക് വരുന്ന അമ്മച്ചോരെ കണ്ടുണ്ടാവും. നിങ്ങൾ സൂര്യന് ഉദയം വീട്ടിൽ വരാൻ പറയും. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ ആരും ഇല്ലെങ്കിലും അത് പറമ്പിൽ പോയി മരുന്ന് പറയില്ല, അടിച്ചിട്ട് തരും. സംഗതി മാറി കിടക്കില്ലേ? നിങ്ങൾ ആലോചിച്ച് ചോദിക്കും, ശരിയാണെന്ന് ആലോചിച്ച് ചോദിക്കും. ആ മരുന്ന് വിറ്റുന്ന വരുന്ന പറഞ്ഞ ഗുണം പോവും. ഇങ്ങനെ ആരും പറയുന്നത് അനവധി ഒറ്റമൂലി ദിനം പ്രതി പോയതുകൊണ്ട് ഒരിക്കലും ഇവിടെ ആയുർവേദം കയറി വരില്ല. നിങ്ങൾ അത് മനസ്സിലാകാൻ സംഭവിച്ചാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വായിച്ചില്ലേ, പണ്ടുള്ള ഋഷിമാരും മുരിമാരും താമസിയും വില ഭക്ഷിക്കാറുന്നു ഇല്ലേ? ഏതായാലും എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഈ കാണുന്നതിന് മൊത്തം പറഞ്ഞാൽ നമുക്ക് പറയില്ല. അത് നഷ്ടപ്പെടാൻ കാര്യം ആരും പറഞ്ഞു നോക്കാത്ത നശിച്ചു പോയിക്കൊണ്ട് ശ്രദ്ധിക്കുക. നീ പണ്ടൊരു കാലത്ത് ഡാമോ പാലോ പണിയുമ്പോൾ ഡാമിലേക്കുള്ള ഒരാളെ ബെല്ലൂർ കേട്ടിട്ടുണ്ടോ? ശരിയാണോ? കേട്ടില്ലേ? എന്തിനാ ഈ ഡാമിന്റെ ഇയാളുടെ ആത്മാവിന് ആ ഡാം പൊടിയിൽ വിശ്വാസം എന്നാ അതാരും പറഞ്ഞേ. ഈ ഭൂതാണ്ട് പറഞ്ഞ എൻ്റെ ഗ്രാൻഡ് ഫാദർ, നിങ്ങളൊക്കെ പോയി ഡാം പറഞ്ഞത് എൻ്റെ ഗ്രാൻഡ് ഫാദറിലേക്ക് ഡാമാണ്. അതിലിത് 57 പണി ആരംഭിച്ചു. 64 7 വർഷം കൊണ്ട് 6 കോടിക്ക് പണിത് ഡാമായി കാണുന്നത്. ഈ ഡാം താഴെ 14ാമത്തെ ഡാമാണ്. ഈ ഡാം താഴേക്കില്ല. അപ്പോൾ ഈ ഡാമിന്റെ പാലത്തെ ഡാമിന്റെ എൻഡിങ് എത്താറും ഈ കോൺട്രാക്ട് അഡ്രസ്സ് പേര് ഇല്ലാത്തവരെ സെലക്ട് ചെയ്യും. ഈ സമയം ആകുമ്പോൾ ഒരു ചട്ടി, ഒരു കൊട്ടി താഴേക്ക് കാലും തട്ടിയെടുക്കണേ. ബൈക്കിൽ നടത്താൻ പറ്റില്ലായിരിക്കും. ഇയാൾ എടുത്തുണ്ടാകും. ഇയാൾ താഴേക്ക് എടുക്കാൻ മുകളിലേക്ക് പടാൻ സിമെന്റും ജാമായിട്ട് ഇയാളുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ഡാം പൊളിയിൽ വിശ്വാസമാണ്. ഈ ഡാമിന്റെ ലാസ്റ്റ് കാലത്ത് ഇതുപോലെ ഒരാളിന്റെ സമയമായി. ഇത് അറിയാവുന്ന സകല ആൾക്കാരും പിൻവാങ്ങി. ഒരു മനുഷ്യൻ പോലും പാലം പണിക്കില്ല, കോൺട്രാക്ടർ മാത്രമേ പാലത്തിലുള്ളൂ. എന്നാൽ പാലിടാൻ പോലും ആരുമില്ല. പുള്ളി ഞാൻ പേടിക്കുന്ന കാര്യം പോകണ്ട, ഞാൻ ആളിടില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണേ. കറുത്തൊരു ജീവൻ, ഒരു മുട്ടനാടിനെയും ഒരു പവന്റെ ഒരു ഗോൾഡ് കോയിനാണ് ഈ ലാസ്റ്റ് കാലത്താണ്. 57 മണി ആരംഭിക്കുന്നു, 64 പൂർത്തിയാക്കുന്നു. 67 നമ്മുടെ EMS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ജലസേന മന്ത്രിയായിരുന്ന PR കുറുപ്പാണ് ജൂൺ 3-ാം തീയതി പാലം ഇനാഗ്രേഷൻ ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം പെരിയാറാണ്. എല്ലാവരും ആനമടിയില്ല, തേക്കടി ചക്കട്ടമല, അതിനുള്ളിൽ സുന്ദരിക്കുന്ന, അതിനുള്ളിൽ ശിവഗിരി. ഈ ശിവഗിരി നിന്ന് ഉത്ഭവിച്ച് പാതാളം വരെ, അടിയിലെ പാതാളമായിട്ട് ആലു പാതാളം, യാതൊരു പൊല്യൂഷനും അടിപൊളി വെള്ളം. നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കൊച്ചുകാർക്ക് ആൾക്കുള്ള കേട്ടോ. ഇവിടെ കാട് ചെല്ലുമ്പോൾ എല്ലാ ഫാക്ടറിയും എല്ലാത്തിൻ്റെ കൊളുതായി വെച്ചുക. ഇവിടെ നോക്കണ്ട, ഒരു കടുവേനെ മേലെ ആലോചിച്ച്, ഒരു പുലിനെ മേലുണ്ട്, നമ്മളെ കൊണ്ടു അത് അങ്ങോട്ടും പോയി നമ്മളിങ്ങോട്ട് ഓടി വരില്ല. നേരെ ഒരു കൊടുമ്പളം വരും കാണുന്നില്ല. കടുവ പുലി വിട്ട് നമ്മൾ കൂട്ടിമുട്ടി ചാടിക്കൊടിക്കും. എൻ്റെ സുരക്ഷ വെക്കുന്നത്. പിന്നെ ഏത് കാട്ടിലും ഓടിക്കുന്ന ഒരു മൃഗമുണ്ട്, എവിടെ കണ്ടാലും ഓടിക്കുന്നതാണ് കരടി. ഇത് താഴേക്ക് അങ്ങോട്ട് ഇഷ്ടംപോലെ കടിയുണ്ട്. എന്നെ നോക്കി, ആണ് ചെറുതായിരിക്കും, പെണ്ണിച്ച് വരുമ്പോഴാണ്. ഓടിച്ചാൽ ഇഷ്ടം മറ്റു മാർഗങ്ങൾ പഠിച്ചു. നിങ്ങൾക്കൊരു കഥ അറിയാലോ, പോട്ടെ നിങ്ങൾക്ക് അറിയാം. നീ കഥ കേട്ടില്ലല്ലോ? കേട്ടല്ലോ എന്നാ കേട്ടെ? ചത്തോടെ എടുക്കാം. മല്ലനും മാതിരി പഠിച്ചില്ലേ? ചത്തോടെ എടുക്കാൻ പറയും. പഠിച്ചില്ലേ? മല്ലനും മാതിരി പണ്ട് പഠിച്ച കഥയത്. കിടന്നേക്കർ കൊന്നുവെച്ച് കേട്ടോ. ആരും ചെയ്ത് പറഞ്ഞ് കിടന്നേക്കരുത്. കഥയുടെ സാരാംശം ഇന്നൊരു നമ്മൾ ഉൾക്കൊണ്ടല്ലോ. സാരാംശത്രേ ഉള്ളൂ, ചത്ത സാധനം കാടി തിന്നുകയല്ല. എന്നെ ചിന്തിക്കരുത്. ഞാൻ സൂക്ഷിച്ച് പറഞ്ഞുതരാം. സൂക്ഷിച്ച് നോക്കിയോ. പറഞ്ഞ പോലെ എന്നെ സൂക്ഷിച്ച് നോക്കട്ടെ. എന്നെ കാടി ഓടിക്കുകയാണ് ആവശ്യം കേട്ടോ. കാടിനെ ഓടിക്കുകയാണ്. പറഞ്ഞ പോലെ എന്നെ നോക്കണേ. ഞാൻ ചത്തോട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചത് എങ്കിലും എന്നെ നോക്കണേ. എൻ്റെ ഒരു കണ്ണ് തുറന്ന് കാടി വന്നു നോക്കിക്കൊണ്ടിരിക്കും. ശരിയാണ് ആലോചിച്ച് ചെയ്യും. 2 കല്ലല്ല ഓടി. 2 കല്ല് ഓടി വരുന്നവരും ഇവിടെ ചങ്കൽ കൂടിക്കൊണ്ടിരിക്കും. മേത്തോട് ഇവിടെ ഒന്നും ഇപ്പോൾ അറ്റാക്ക് ഉണ്ടാവും. എനിക്ക് ചോടും നടക്കില്ല. ഈ ചെറിയ മരത്തേക്കായിരിക്കോ? ഞാൻ ഈ മരത്തേക്കാരി കയറില്ല. താഴ്ന്ന മരത്തിന് മോളിൽ കയറി. ഞാൻ അത് ചാടി കയറി പോയി. വലിയ മരത്തിൽ ചാടി കയറി. ചെറിയ മരത്തിൽ വിളി കയറാൻ പറ്റില്ല. എൻ്റെ കാര്യം അറിയോ? ചെറിയ മരത്തിൽ കയറില്ല, വലിയ മരത്തിൽ മാത്രം വിളി കയറുള്ളൂ. കാര്യം അറിയോ? കാര്യം എന്നാ പോരാ. ഒന്ന് സൂക്ഷിച്ചു, എല്ലാവരും സൂക്ഷിച്ചു നോക്കിയോ. നമുക്ക് ഈ കൈ കൂടി ജോയിന്റ് ഇല്ല. ഇവിടെ ജോയിന്റ് ഇല്ല. ഇത് ഒറ്റ അസ്ഥിയുള്ളേ.
ഈ ചെരി മരുത്ത് വട്ടം പിടിക്കാൻ വേണ്ടി വളയോ അങ്ങനെ പുള്ളിക്കാരനുണ്ടോ അത് എങ്ങനെ അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ ഇങ്ങനെ കമ്പില്ല പുള്ളി ഇങ്ങനെ നിൽക്കുള്ളൂ കണ്ടോ കയറാൻ പറ്റില്ല അപ്പോൾ കയറാനുണ്ടോ നിങ്ങൾ സൂക്ഷിച്ച് എന്നെ വിളിച്ചോ ഇങ്ങനെ അടിച്ച് കണ്ടോ അങ്ങനെ തല്ലില്ല കണ്ടോ ഇങ്ങനെ കളിയുള്ളൂ കേട്ടോ ആണ് മല്ലനും മാതിരി കളിച്ചേക്കരുത് ചത്തോട്ട് കരുന്നേക്കരുത് വലിയ മരത്തെ കയറുകയും ചെയ്യരുത് തിരിച്ചു നോക്കി കുറച്ച് ചേച്ചിമാരാണ് ചേച്ചി സ്വകാര്യത്തിൽ ചോദിച്ചു റോയി പറഞ്ഞു ആരും കേൾക്കണ്ട എനിക്ക് മരം കഥ അറിയാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യും ചേച്ചി കളിയൊക്കെ മനസ്സിലായി ഞാൻ ചേച്ചി ഒട്ടും പേടിക്കുന്ന അറിയാണ്ട് തന്നെ ചാവൻ തന്നെ കരുപ്പിക്കോളൂ ചാവൻ നേരത്ത് താഴേക്ക് ഇന്നലെ 5 കോഴ്സ് കേട്ടോ ഒത്തിരി കളിയുള്ള താഴെ കാരണം ഇതിന് കണ്ടമാനം ഇപ്പോൾ 2000 പണ്ട് വെള്ളപ്പൊഴി പറഞ്ഞില്ലേ നിങ്ങൾ നോക്കുന്ന മരം കണ്ടായിരുന്നോ ഇത്ര മരം ഒടിഞ്ഞു പോയതാണ് 2000 വെള്ളം ഇത്ര ഹൈറ്റ് വേണമെങ്കിൽ 2000 കംപ്ലീറ്റ് പൊങ്ങി പോയതാണ് 2000 ഇത്ര ഹൈറ്റില്ല നമ്മൾ കേട്ടായിട്ട് തോന്നും നീ അക്കരെ വീടാണ് നിങ്ങൾ നോക്കി നടന്നു നോക്കിയാൽ പോകുമ്പോൾ കാണാൻ അക്കരെ വീടാണ് ആ വീടിൻ്റെ ഓട് മാത്രം മുകളിൽ ബാക്കി മുങ്ങി പോയതാണ് അതുകൊണ്ട് വീടാണ് നമ്മൾ കേട്ടാൽ 99 തൊട്ടുണ്ടോ പഴയങ്ങൾക്ക് തൊണ്ട് അവരുടെ സമയം പോയിക്കൊണ്ടിരിക്കും പറയാനുള്ള നിർത്തിക്കാം ഞാൻ 24 ജൂലൈ പിള്ളേർക്ക് പിള്ളേർക്ക് 3 മണിക്ക് പറഞ്ഞു നോക്കാറുണ്ട് ചരിത്രം കേട്ടോ ചതയില്ല കേട്ടോ 24 ജൂലൈ മാസം 487 സെന്റിമീറ്റർ 3 പെയ്യുന്നു പെരിയാറിന്റെ ശാഖയെ മുതിരപ്പെട്ടിയാണ് വെള്ളം പൊങ്ങുന്നു മാട്ടുപ്പെട്ടിയിൽ പ്രാകൃതമായ ഡാം രൂപ കല്ലുമണ്ണ കടിയുന്നു ഈ സാധനം ഒറ്റ പൊട്ടുകൂട്ടി ബ്രിട്ടീഷുകാർ 3 നാട്ടോളം മൊത്തം നക്കി പൊടിച്ചുണ്ട് നമ്മുടെ റെയിൽവേ ടക്കാരിയിൽ പോകാൻ പണം പറ്റും 3 നാട്ടമ്മേ നിങ്ങൾക്ക് രാജപാത അറിയാവോ 3 ലക്ഷ്മി തട്ടേക്കട്ട് 50 മിനിറ്റ് യാത്ര രാജപാത നമ്മൾ അടിമാലി ഇറങ്ങിയൊന്നും പോകണ്ട ഹാസിന് നേരെ സ്ട്രൈറ്റ് വഴിയാണ് രാജപാത തന്നെ അറിയാവോ ട്രെയിൻ പോകണം രഥം പോണ റൂട്ടാണ് രഥം കയറ്റം കയറുമോ നീ ഇറക്കിറക്കാൻ ബ്രേക്കുണ്ടോ സ്ട്രൈറ്റ് വഴിയാണ് അപ്പോൾ ആ രാജപാത പോകാൻ വഴി വെള്ളപ്പൊക്കം സമയത്ത് ഫോമുണ്ടായി പോയിക്കൊടി കൊണ്ട് ഒരു കരിന്ത് മലയാണ് സെൻറ്റിക്കൽ വഴിയാണ് ഈ വഴി താഴേക്ക് വലിയ കൊക്കയും വെള്ളം പൊക്കവും പാറയാണ് ഈ പാറ പെടുന്ന അടി ഈ വഴി ബ്ലോക്കായി പോയി അന്ന് ബ്രിട്ടീഷുകാർ ടെക്നോളജി മാറ്റുന്ന സൗകര്യം എന്താ വഴി ഉപയോഗിച്ച് 35 റാണിപ്പെടുന്ന പാലമാണ് നേരുമംഗലം പാലം ഇപ്പോൾ നിങ്ങൾ 3 പാലം കണ്ട ആർച്ച് പാലം 50 വർഷം കഴിഞ്ഞപ്പോൾ 90 വർഷം കഴിഞ്ഞു കേട്ടോ ഇവിടെ ഇപ്പം സമയം സമയം ഉണ്ടാവില്ല കോട്ടയം നിൽക്കാം ചോദിച്ചിട്ട് ഏഷ്യയിലായത് കോൺക്രീറ്റ് വരെ അറിയാം ഏഷ്യ ആദ്യമായിട്ട് സിമെൻറ്റ് പറഞ്ഞിട്ട് പാലറിയോ എല്ലാവരും ഈ ഭാഗത്ത് തന്നെ തൃശ്ശൂർ അപ്പോൾ നിങ്ങൾ അവിടെ പോയില്ല നിങ്ങൾ മൂവാറ്റിൽ പോയില്ല മൂവാറ്റിൽ പോയിട്ടുണ്ടോ 2 പാലം കണ്ടോ അവിടെ എന്നിട്ട് പഴയ ആർച്ച് പാലം ഉണ്ട് അറിയാം അതാണ് ഏഷ്യയിലകത്ത് കോൺക്രീറ്റ് പാലം നിങ്ങൾ എവിടെയും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും പിള്ളേർ പഠിക്കാനുള്ളതാണ് അതിൽ 13 പണി ആരംഭിച്ച് 14 പണി പൂർത്തിയാക്കി 6 എംറാൾ സൈഡ് പണിക്കാണ് നമ്മുടെ രാജാവ് തിരുവിതാംകൂർ ഭരിക്കുകയാണ് ഈ പാലം വഴി നമ്മൾ തമ്മിൽ ലൈറ്റോ ഹെലികോപ്റ്ററൊന്നുമില്ല ഈ നമ്മുടെ രാജാവ് കൊച്ചി രാജാവ് ഉദ്ഘാടനം വെച്ചു എല്ലാവരും കൂടി പിറവി 5 കയറും 3000 നമ്മുടെ ആൾക്കാർ പാലത്തേക്ക് കയറില്ല ഇവിടെ ഒന്നാമത് സർക്കാർ സുർക്കി തന്നെയാണ് ആദ്യത്തെ സിമെന്റ് ആണ് ഇനി വന്നാൽ ആരും കയറില്ല സാഹിബിന് ഫാമിലി പാലത്തടിച്ച് വഞ്ചിയെ പോയിരുന്നു ഒരു 10 ആന നിർത്തിച്ച് അങ്ങോട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി പൊളിയില്ലെന്ന് മനസ്സിലായി അന്നോട് പാലും കാണാൻ സ്ട്രോങ് പാലം മൂവാറ്റുപാലം 2 വെള്ളപ്പം കഴിഞ്ഞു അത് JCB മാന്തി വീതി നോക്കി പൊളിയിലാട്ടോ അവിടുത്തെ സിമെന്റാ ഇംഗ്ലണ്ട് സിമെന്റ് ആട്ടോ അഴിവ് സാധനം സൂപ്പർ നോക്കിയാൽ ചരിത്ര സംഭവിക്കുകയും ഞാനെനിക്ക് പറഞ്ഞു കണ്ടപ്പോൾ അനവധി ആൾക്കാർ വരാറുണ്ട് എനിക്ക് എല്ലാ വർഷവും നല്ല ഗെയിലുള്ള അവിടെ ഇടാണ് സാറിന് ശമ്പളമില്ലാന്നുള്ളൂ എല്ലാവരും നല്ല കംപ്ലീറ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം മോനെ DSP വിളിച്ചു പറഞ്ഞു റോയി എന്നവൻ ഒരു ഏറ്റവും നല്ല ഗെയിലുള്ള അവിടെ ഞങ്ങൾ വെച്ചിട്ട് വന്നു പറഞ്ഞാൽ ഞാൻ അത് മേടിച്ചിട്ട് വന്നാലും ഒത്തിരി അവാർഡിനെ വിളിക്കുന്നുണ്ട് പക്ഷേ പണ്ട് സാഹിബിന് നന്ദി വേണം പണം നന്ദി മാത്രമേ ഉള്ളൂ അവാർഡ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അവിടെ വിളിക്കുന്നത് ക്ലബ്ബാരോ ഇങ്ങനെ പറയാൻ ഇരിക്കുന്നത് ഇഷ്ടപ്പെടുക അവാർഡ് ഒത്തിരിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചു വരാൻ അവാർഡ് ഒത്തിരി ക്ലബ്ബാരോ കണ്ടമാർക്ക് വിളിച്ചു പറഞ്ഞു എല്ലാം വിളിച്ചു പറഞ്ഞു പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയം കിട്ടാറില്ല അതിനെ എല്ലാം പറഞ്ഞു ഓരോ കാലം മൃഗങ്ങൾ നീക്കം പോലും പറഞ്ഞു പക്ഷെ നമുക്കൊന്നും പറയാൻ സമയം കിട്ടാറില്ല ഇപ്പം കാര്യം പോരല്ലോ ഏത് പോകണ്ടേ ഇപ്പോൾ അറിയാൻ നമുക്ക് ആനഷ്ടമൂലയായി ഇതൊക്കെ ടൂറിസം പ്ലേസ് ആയിരുന്നു ടൂറിസം പ്ലേസ് ഇപ്പോൾ സെൻറ്റിന് 5 ലക്ഷം സ്ഥലം അപ്പോൾ 500 രൂപ വേണ്ടാക്കും ട്രാഫിക്കിൽ നമ്മൾ ആനയാക്കി അപ്പോഴത്തെ ആനയ്ക്ക് അടിപൊളിയാണ് നിറച്ച ആനയെ ദൂരശീലം ഇല്ല ഒരു കാലല്ല ഒരു ദിവസം ഒരു ആനയ്ക്ക് 250 ഫുഡ് വേണം വയറുന്ന ആനയാണെങ്കിൽ ഒരു ആനയ്ക്ക് ഈ കാട്ടിൽ എവിടെ കിട്ടാതെ ഒരു സെറ്റിൽ 22 കുഞ്ഞുങ്ങൾ 10 കുഞ്ഞുങ്ങൾ 8 കുഞ്ഞുങ്ങളൊക്കെയാണ് സെറ്റുള്ളത് അതിനൊക്കെ എവിടെ കിട്ടാൻ ഈ നാട്ടിലേക്ക് വിറ്റരിക്കും നമ്മൾ ഉൾക്കൊള്ളുക എന്നാണ് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളാണ് 6 മാസം കണ്ടിന്യൂ ഒരു നായിട്ട് വയ്ക്കും അതുകൂടാണ്ട് പ്ലേറ്റിലേക്ക് ഒരു വിത്തൊക്കെ ഇട്ട് കൊടുക്കും വരസാലത്ത് ഒരു വിത്ത് വിട്ട് വാച്ചന്മാർക്കും ഫയർ വാച്ച്മാർ പൈസ കൊടുത്താൽ 6 മാസം കഴിഞ്ഞു സർക്കാരിൻ്റെ പൈസ ഇല്ല ഇത് കൂടുതലുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരാട്ടൂർ സ്ഥലങ്ങളില്ല ആ സ്ഥലം അങ്ങോട്ട് ഒത്തിരി പേർക്ക് താമസം ഇപ്പോൾ ആർക്കും അവിടെ സ്ഥലം കല്യാണം വേണ്ട സ്ഥലം വേണ്ട ഒന്നും വേണ്ട അവിടെ രാത്രി ഒരു അസുഖം ഉണ്ട് ഒരു അറ്റാക്ക് ഉണ്ടായി പോനി വഴിക്കെല്ലാം ബ്ലോക്കാണ് നിറച്ച ആനും കിടക്കുക ഒരു ശില്ല അവിടെ ആരും ആൾക്കാർ വിറ്റ് പോവാണ് അല്ലെങ്കിൽ ആ വാടകയ്ക്ക് ഇപ്പുറത്തേക്ക് വരുവാണ് അതിന് കൂടിക്കൊണ്ട് കുറേ ഉൾക്കൊള്ളു അതിന് ഇവിടെ നിന്നിട്ട് 10 കിലോമീറ്റർ അവിടെ വരെ ട്രെഞ്ച് എത്താൻ പറ്റുമോ സർക്കാർ ആകുമോ ഇല്ല ഇനി ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാൻ അപ്പോഴത്തേക്കും പറയാൻ പറ്റൊന്നുമില്ല ഇവിടെ കർണാടകയിൽ വിസ്തൃതി ഉള്ള ജനസംഖ്യ ഉള്ള ഇത്ര ശല്യം അവിടെ ഇല്ല പക്ഷെ ഇവിടെ ചെറുതാണ് അപ്പുറ കടൽ ഇവിടെ വന്ന് അടുക്കാൻ ആവശ്യം അപ്പോൾ അത് നോക്കുന്നാലും നിങ്ങൾ തുറന്നുകൊണ്ടേക്ക് പോകട്ടെ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട് ഇവിടെ ചിറ്റപ്പള്ളി വന്നിട്ടുണ്ട് അതിൽ ബോച്ച വന്നിട്ടുണ്ട് എല്ലാം കാരണം ഒത്തിരി ആൾക്കാർ വരാറുണ്ട് എല്ലാവർക്കും വന്ന് ഇഷ്ടപ്പെടാറുണ്ട് കാരണം 2 മനോരമ ന്യൂസിലുണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ ബോച്ച വന്നിട്ട് ബോച്ച വന്നിട്ട് ടീം പറഞ്ഞു അവർ നല്ല ടീം പറഞ്ഞു കിട്ടാൻ എനിക്ക് അപ്പോൾ അവിടെ